വണ്ടി ഇവിടെ വരെ വന്നു, ഇവിടെ വരെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ചാൻസ് ഇല്ല. അവരുടെ വണ്ടി റോഡിൽ ഒരു 4 to 5 ദിവസമായിട്ട് ഇരിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ആ യൂണിറ്റ് പ്രശ്നമുണ്ടാവും. അപ്പോൾ ടോമീസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗൂക്സ് ട്രാക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പോകാനായിട്ട് മൊത്തം 1, 2, 3, 4, 5, 6 വണ്ടിയുണ്ട്. ഒരാൾ അവിടെ എത്തും. ആദ്യം കിടക്കുന്നത് നിസാൻ പാട്രോള്, പിന്നെ ടൊയോട്ടയുടെ പ്രാഡോ, പിന്നെ മിത്സുബിഷിയുടെ പജേറോ, ആൻഡ് നമ്മുടെ ഇത് നമ്മുടെ ടൊയോട്ടയുടെ തന്നെ ഹൈലൈറ്റ്, പിന്നെ ഇത് നമ്മുടെ സ്വന്തം വണ്ടി പജേറോ സ്പോർട്ട്, പിന്നെ ഒരെണ്ണോടെ ഫോർഡിന്റെ ഇല്ല, പിന്നെ ഒരെണ്ണം നമുക്കുള്ളത് ഇത് നമ്മുടെ ജിസിനാണ്, ജിസിന്റെ വണ്ടി. ഇത് തന്നെ മിത്സുബിഷിയുടെ പജേറോ. അങ്ങനെ നമുക്ക് 1, 2, 3, 4, 5, 6 കാറുകളാണ് ഇന്ന് നമ്മൾ പിടയ്ക്കാൻ പോകുന്നത് ഇവിടുന്ന്. ഇത് അഡ്ലൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുന്നാണ് നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് ഡോൺ ആണ് ഇതിൻ്റെ മാസ്റ്റർ. ഡോണിൻ്റെ പ്ലാനിലാണ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോൺ അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നതാണ്. നമുക്ക് ഡോണിനോട് സംസാരിക്കാം. ഡോൺ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ലൈക്ക് എന്താ പറയുക, ആദ്യത്തെ സ്റ്റോപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പുകളെ കുറിച്ചൊക്കെ സംസാരിക്കും. അതിന് ശേഷം പിന്നെ ഏതായാലും ഫ്യൂൾ സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബ്രീഫ് ചെയ്ത് കഴിഞ്ഞു. ബ്രീഫിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പിനെ കുറിച്ച് പറഞ്ഞു, ഫ്യൂൾ സ്റ്റോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ടോയ്ലറ്റ് സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യക്കാരനുസരിച്ചിട്ട് പറയും. അതല്ലാണ്ട് പിന്നെ നമ്മൾ ചാനലിനെ കുറിച്ച് പറയും ബ്രീഫ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതല്ലാണ്ട് വേറെ അങ്ങനെ പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒന്നും തന്നെ പറയത്തില്ല. അങ്ങനെ അത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ വരെ എത്തുന്നത്. അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ ഇന്ന് രാത്രി പിന്നെ നാളത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ടാണ് സംസാരിച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോണെ നമ്മൾ ഇവിടുന്ന് ഏകദേശം എത്ര സമയം എടുക്കും നമ്മുടെ ഈ ഗൂക്സ് ട്രാക്കിൽ എത്താനായിട്ട്? നമ്മൾ ഗൂക്സ് ട്രാക്കിലേക്ക് നമ്മളിന്ന് പോകുന്നില്ല, നമ്മളിന്ന് സെഡ്യൂണയിലാണ്. സെഡ്യൂണയിലേക്ക് ഏകദേശം ഒരു 8 മണിക്കൂറുണ്ട്. പക്ഷേ നമ്മൾ 8 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ അതിൽ തന്നെ നമ്മൾ സ്വിക്കി ബേയും സ്മോക്കി ബേയും കവർ ചെയ്യുന്നതുകൊണ്ട് ഒരു 9 മണിക്കൂർ പിടിക്കാം. 9 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ അവിടെ വൈകിട്ട് ഏകദേശം ഒരു 6 മണി 7 മണിക്ക് എത്തും. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇപ്പോൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വണ്ടികളുടെ കപ്പാസിറ്റികളെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ നമുക്കുള്ളത് പാട്രോൾ ഉണ്ട്, പ്രാഡോ ഉണ്ട്, മിത്സുബിഷി ഉണ്ട്, ഹൈലക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റി, നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ കപ്പാസിറ്റി ഉള്ളോ അതിൻ്റെ 4 വീൽ ഡ്രൈവിന് വേണ്ടിയിട്ട്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിൻ്റെ ഒക്കെ ഒരു ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വണ്ടികളും വളരെ കേപ്പബിളാണ്. കേപ്പബിൾ അല്ലാത്ത ഒരു വണ്ടികളും തന്നെ ഇല്ല. നമുക്ക് 3 വണ്ടികളിൽ വിഞ്ചുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളിലും തന്നെ ട്രാക്സ് ഉണ്ട്. പിന്നെ നമുക്ക് റിക്കവറിക്ക് ആവശ്യമായിട്ടുള്ള കിറ്റ് എല്ലാ വണ്ടികളും തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടികളും കേപ്പബിളാണ്. ലൈക്ക് ഒരു വണ്ടി തന്നെ അങ്ങനെ കൂടുതൽ കേപ്പബിൾ എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വണ്ടികളും തന്നെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണല്ലേ? തീർച്ചയായിട്ടും എല്ലാ വണ്ടികളും നമ്മൾ ഒരു ഇങ്ങനത്തെ ട്രാക്കിൽ പോകുമ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യാത്തൊരു വണ്ടികളും നമ്മൾ കൊണ്ടുപോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടികളും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പ്ലേസ് നമ്മൾ എല്ലാ വണ്ടികളും നിർബന്ധം പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോക്സിലേക്കല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെറൈൻ സാൻഡ് ആയതുകൊണ്ട് അങ്ങനെ ബാക്ക് പ്ലേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാക്ക് പ്ലേസ് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ലിഫ്റ്റ് എല്ലാ വണ്ടികളും നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. പോണേക്കാൾ മുമ്പ് എല്ലാവരും നിന്നിട്ട് നമുക്കൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ജിസ വാടാ ഓടി വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഞങ്ങൾ ഗൂക്സ് ട്രാക്സ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നിർത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒരു ചിയേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും മനോഹരമായൊരു അത് അതിനകത്ത് ലിനുവിന്റെ വണ്ടിയിൽ
അപ്പോൾ വളരെ മനോഹരമായ ഒരു ഡേ ആണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കെന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 7 വണ്ടികളാണ് നമുക്കുള്ളത്. അതിനകത്ത് 6 വണ്ടികൾ ഇവിടെയുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗുഡ്സ് ട്രാക്സ് കവർ ചെയ്യാനായിട്ട്. ഇതൊരു ഓഫ് റോഡ് ക്രേസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു എന്നാ പറഞ്ഞ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. 8 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ വളരെ കെയർഫുള്ളായിരിക്കണം. നമുക്കറിയാലോ, നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ സെജുന എന്ന് പറയുന്ന സ്ഥലത്താണ്. അഡിലേഡിൽ നിന്ന് ഏകദേശം 8 hours അവിടത്തേക്ക് ഡ്രൈവ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം 8 മണി ആവണു. അപ്പോൾ ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ കാണാം. പോകുന്ന വഴിയിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ.